ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്നോടൊരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഇன்றைக்கி நாங்கள் തിരുവനന്തപുരത്തിൽ ലുലു മാളിൽ ഒരു ഷോപ്പിംഗ് പോകാൻ വേണ്ടി ഓർത്താണ്. അപ്പോൾ நாங்கள் இப்போ லுலு மாலுக்கு வந்தாയിരുന്നു. അപ്പോൾ நாங்கள் വണ്ടി കുറച്ച് സൈഡിൽ മാറ്റി വെച്ചിട്ട് நாங்கள் ലുലു മാളിൽ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു. കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മളോട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യണം, അത് ചെയ്ത് കഴിഞ്ഞില്ലേ നമുക്ക് അകത്ത് പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഓർത്ത് നമുക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ച് ലുലു മാളുടെ പാർക്കിംഗ് എവിടെയാണ് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകുവാണ്. ഇത് ഏറ്റവും താഴെ പുറത്തെയാണ്. ഇன்றைக்கി കുറച്ച് മഴക്കാരൊക്കെ ഉണ്ട്, കാരണം വണ്ടി പുറത്താണ് പാർക്ക് ചെയ്യാൻ വേണ്ടി എനിക്കും ഹസ്ബൻഡിനും താല്പര്യം ഇല്ല. അത് കാരണം നമുക്ക് വണ്ടി സേഫായിട്ട് അകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി ഓർത്താ. இந்த സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എല്ലാം ടൂ വീലറാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ നമ്മളോട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എന്നോട് ഹസ്ബൻഡേയും ആദ്യത്തെ ലോങ് ഡ്രൈവാണ്. ഞങ്ങൾ ജോർദാൻ കൺട്രിയിലിരുന്ന് റിസൈൻ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയായി. നമുക്ക് കുറച്ച് ജോർദാനിൽ ഞങ്ങൾ ജോലിക്ക് പോകും, പിന്നെ വീട്ടിലേക്ക് വരും, പിന്നെ ഫ്രൈഡേ മാത്രം അവിടെ അവധിയാണ്. അപ്പോൾ ഫ്രൈഡേ തന്നെ ചെയ്യും. ക്ഷീണം കാരണം അങ്ങനെ ഫുഡ് ഉണ്ടാക്കും, കളിച്ചും. പക്ഷേ പള്ളിയിൽ പോകും, മസ്റ്റായിട്ട് പള്ളിക്ക് പോകും. അങ്ങനെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസത്തിൽ ഭാഗം ഫിനിഷായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം ഒത്തിരി കുറവാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്ന് ഒരു 3 ആഴ്ച കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പിക്നിക്ക് പോകാൻ വേണ്ടി ഓർത്താണ്. അപ്പോൾ ഇവിടെ ലുലു മാളിൽ നമുക്ക് കുറച്ച് സാധനം മേടിക്കണം. അത് കാരണം നമുക്ക് ലുലു മാളിൽ കയറാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2ാമത് ഫ്ലോറും പാസ്സായി. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇന്ത്യക്ക് ലുലു മാളിൽ. എന്നോടാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇത് ആദ്യത്തെ ഷോപ്പിംഗാണ്. ആദ്യം ഞാൻ ലുലു മാളിലും ഇത് ആദ്യമായിട്ട് ഞാൻ കയറുവാണ്. നമ്മളോട് ശ്രീലങ്കയിൽ ലുലു മാൾ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. വലിയ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, പക്ഷെ ലുലു മാൾ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. അപ്പോൾ 3ാമത് ഫ്ലോറും ഫുള്ളാണ്. അത്രത്തോളം ആൾക്കാരാണ്. ഇன்றைக்கി ഇപ്പോൾ രാത്രി ഒരു 9 മണി ആയി. അപ്പോൾ അന്ത സമയത്തിലും ഇത്രത്തോളം ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് കുറച്ച് സാധനം എടുക്കണം. നാളേക്ക് നമുക്ക് 4ാമത് ഫ്ലോറും ഫുള്ളല്ലോ, നമുക്ക് 5ാമത് ഫ്ലോർക്ക് പോവാം. അപ്പോൾ നമുക്ക് 5ാമത് ഫ്ലോർക്ക് വന്നായിരുന്നു. നമുക്ക് ഇന്ന് ചേച്ചി കാണിച്ചു കൊടുക്കുക. നമുക്കിവിടെ നമ്മളോട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ലുലു മാളിനകത്ത് കയറാം. നമുക്ക് ലുലു മാളിനകത്ത് കയറി ആദ്യം ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. ഒരു സിനിമാ നടിയാണ്. അത് സിനിമാ നടിയുടെ ആദ്യത്തെ മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ അന്ത സിനിമാ നടിയും സിനിമാ നടനും അവിടെ ഒരു ഫാഷൻ ഷോ കാണിച്ച് ഞങ്ങൾ അതും നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യ സാധനമൊക്കെ എല്ലാം മേടിച്ച് കൊണ്ട് നമുക്ക് ഫുഡും കഴിച്ച്. ഐസ്ക്രീം ആണെങ്കിൽ മസ്റ്റാണ്. എന്നോട് ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീം. എവിടെ പോയാലും എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് ഐസ്ക്രീം ഇല്ലെങ്കിൽ എന്നോട് മൂഡ് ഓഫ് ആകും. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എനിക്ക് മേടിച്ച് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഫാഷൻ ഷോവും കണ്ടിട്ട് നമുക്ക് ഷോപ്പിങ്ങും ചെയ്തിട്ട് ഐസ്ക്രീമും കഴിച്ച്. പക്ഷേ ഷോപ്പിംഗ് ചെയ്ത വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. എന്ത് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം തിരക്ക മീനിങ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. നമ്മളോട് ഹസ്ബൻഡ് ഒരു പ്ലാനുണ്ട്. എന്നെ ധനുഷ്കോടി കൊണ്ടുപോയിട്ട് ധനുഷ്കോടിയിലിരുന്ന് ശ്രീലങ്ക കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു 20 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ധനുഷ്കോടി പോയിട്ട് രാത്രിയിൽ അങ്ങ് സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമുക്ക്
ധനുഷ്കോടി അവിടെ കാണാൻ വേണ്ടി. ധനുഷ്കോടിയിൽ ലൈറ്റ് ഹൗസ് കിട്ടിയിരുന്ന് നമുക്ക് ശ്രീലങ്ക ചെറുതായിട്ട് കാണാൻ പറ്റും എല്ലാവരും പറയുവാണ്. അത് സത്യവാ ഇല്ല നോക്കാൻ വേണ്ടി ഞങ്ങൾ പോകുവാണ്. അപ്പം നമുക്കിപ്പോൾ ധനുഷ്കോടിയിൽ എത്താറായി. കുറേ ഇത് എന്നോടെയും ഹസ്ബൻഡേയും ആദ്യത്തെ നൈറ്റ് ഡ്രൈവാണ്. ലോങ് ഡ്രൈവും നൈറ്റ് ഡ്രൈവും രണ്ടും ഇത് ആദ്യത്താണ്. അപ്പോൾ 2 പേർക്കും ഒരു അപ്പം നമുക്ക് ധനുഷ്കോടിയിൽ നമുക്ക് വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഇരുന്ന ഹോട്ടലിലേക്ക് പോകുവാണ്. ഇപ്പം ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ഇപ്പം ഇന്നേക്ക് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നാളേക്ക് രാവിലെ ധനുഷ്കോടിയിൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഓർത്താണ്. അപ്പോൾ ഞാൻ ഇൻ്റേക്ക് എന്നോട് വീഡിയോ അവസാനിക്കാൻ പോകുവാണ്. നാളേക്കും മറക്കാം എല്ലാവരും ധനുഷ്കോടിയിൽ വീഡിയോ നോക്കാൻ വേണ്ടി വരുക. അപ്പോൾ ഞാൻ ശ്രീലങ്കക്കാരിയല്ലേ, അപ്പോൾ എന്നോട് മലയാളം ചിലപ്പം തെറ്റായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ തിട്ടത് എന്നെ സരി സംസാരിച്ച എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും എന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സോട് ഷെയർ ചെയ്യുക. എല്ലാവരും നാളേക്ക് മറക്കാமல் കാണുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പോൾ നാളേക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ആയിട്ട് നിൽക്കുക. ബൈ ബൈ.